എല്ലാവർക്കും ക്രൈം വേൾഡ് ക്രൈം സ്റ്റോറീസിലേക്ക് സ്വാഗതം. പല നാളുകളായി ആളുകൾ ഒരു ക്രൈം സ്റ്റോറീസിൻ്റെ ഒരു ചാനൽ തുടങ്ങണം, അപ്പോൾ ക്രൈം സ്റ്റോറീസ് ഇവിടെ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾ അഭിപ്രായം പറയാറുണ്ട്, വിളിക്കാറുണ്ടായിരുന്നു. നമ്മുടെ വടക്കേ ഇന്ത്യയിലെ മാഫിയ സംഘങ്ങളുടെ വിളയാട്ടം, അവരുടെ എൻകൗണ്ടേഴ്സ്, അതുമാതിരി പ്രമാദമായിട്ടുള്ള വലിയ വലിയ കേസുകൾ, തീർപ്പാക്കിയ കേസുകൾ, ഇപ്പോൾ നിലവിലുള്ള കേസുകളൊന്നും ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് റിപ്പോർട്ടിംഗ് അല്ല, ഇതൊരു ക്രൈം സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഡൽഹിയിലൊരു 25 വർഷം താമസിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനവിടെ ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ നടന്നിട്ടുള്ള പ്രമാദമായിട്ടുള്ള പല കേസുകളിലും ഡയറക്റ്റായിട്ട് എനിക്കറിയാം. അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റോറി ടെല്ലിങ്ങിന് മുതിരുന്നത് തന്നെ. അപ്പോൾ പല പല പ്രമാദമായ കേസുകളും നമ്മുടെ കേരളത്തിൽ ഒന്നും വളരെ വലിയ തോതിലുള്ള കവറേജ് ഒന്നും വരാറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. വലിയ സെൻസേഷണലായിട്ടുള്ള സ്റ്റോറി വന്നാൽ ചെറിയൊരു കോളത്തിൽ ഒതുങ്ങി പോകുന്ന കംപ്ലീറ്റ് സ്റ്റോറി, എന്താണ് അതിൻ്റെ വാസ്തവം, എന്താണ് നടന്നത്, അതിന് ശേഷം എന്താണ് സംഭവിച്ചത്, ഇപ്പോഴത്തെ നില എന്താണ്, ഇതൊന്നും അറിയാനായിട്ട് പല ആളുകൾക്കും ആഗ്രഹങ്ങളുണ്ട്. അതുമാത്രമല്ല, ക്രൈം സ്റ്റോറീസ് കേൾക്കാനായിട്ട് ആളുകൾ വളരെ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെ പ്രിയദർശിനി മട്ടു കേസ്, ജെസിക്ക ലാൽ മർഡർ കേസ്, തന്തൂർ കേസ്, അതുപോലുള്ള പല പല കേസുകളും, നമ്മുടെ മലയാളിയായിട്ടുള്ളൊരു ജേർണലിസ്റ്റിനെ കൊന്ന ഒരു കേസ്, അങ്ങനെയുള്ള പല പല കേസുകളും വളരെ ജനരോഷത്തിന് കാരണമാവുകയും റീസെൻ്റ്ലി നടന്ന പല കേസുകളുമുണ്ട്. അപ്പോൾ അത് പിന്നീടും അത് ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലോ അതിൻ്റെ അവസാനം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ UP, ബീഹാർ, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബൊക്കെ ഡോൺ മാഫിയ ഗ്രൂപ്പുകളുടെ വിഹാരരംഗമാണ്. ഹരിയാന, UP, ബീഹാർ, ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അവർ നേപ്പാൾ മാതിരിയുള്ള ഹൈഡൗട്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡൽഹിയിലുള്ള ഒരു വ്യക്തി എന്നുള്ള എനിക്ക് സാധാരണ ഗതിയിൽ അവിടെ നടക്കുന്ന ക്രൈംസ് ഒന്നില്ലെങ്കിൽ ഹരിയാനക്കാരായിരിക്കാം, അല്ലെങ്കിൽ UP-കാരായിരിക്കാം. മോസ്റ്റ്ലി ഇവിടെ ഉള്ള ആളുകൾ രാജസ്ഥാനിലൊക്കെ ക്രൈം റേറ്റ് ഇത്രയും ഇല്ല, എന്നാലും ക്രൈം റേറ്റുകളുണ്ട്. പക്ഷേ ഇവരുടെ ഹൈഡൗട്ടുകളായിട്ട് പലപ്പോഴും അവർ ആ ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നൊരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീപ്രകാശ് ശുക്ല, ഒരു 10-25 വയസ്സിനുള്ളിൽ അയാൾ കാട്ടിക്കൂട്ടിയ മാഫിയ പ്രവൃത്തികൾ, ആതങ്കം വിതയ്ക്കുന്ന അല്ലെങ്കിൽ ഭീതി പരത്തുന്ന, സമൂഹത്തിൽ ഭീതി പരത്തിക്കൊണ്ട് അവരുടെ എക്സ്ട്രോഷൻ, കിഡ്നാപ്പിംഗ്, ലാൻഡ് ഗ്രാബിംഗ്, മർഡർ, ഇതുമാതിരിയുള്ള സംഗതികളൊക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ, അതുമാതിരി പൊളിറ്റിക്കൽ വിങ്ങിലും മറ്റുള്ള മേഖലകളിലൊക്കെ ഭീതി വിതച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ സക്സസ് ഉണ്ടാക്കി കൊണ്ടുവരാറ്. അപ്പോൾ ഒരാളെ പ്രമാദമായ കേസുകളിലൊക്കെ പ്രതിയാണെങ്കിൽ അവർ ഒരു ബിസിനസ്സുകാരനെ വിളിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഭയപ്പാടോടുകൂടി തന്നെ അവർ അതിനെ കാണുള്ളൂ, പൈസ കൊടുത്ത് ഒഴിവാകാനാണ് ശ്രമിക്കാറുള്ളത്. പല കിഡ്നാപ്പിംഗ്സും നടക്കാറുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടെയാണെന്നാണ് പിന്നീട് പറയപ്പെടുന്നത്. ഇപ്പോൾ ശ്രീപ്രകാശ് ശുക്ലയുടെ എൻകൗണ്ടർ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഡയറിയിൽ നിന്ന് കുറേ പൊളിറ്റിക്കൽ കണക്ഷനും പോലീസും വക്കീലന്മാരും അതുപോലെ നമ്മുടെ IAS ലോബികളുടെയൊക്കെ കണക്ഷൻസ്, സിവിൽ സർവീസിലുള്ള ആൾക്കാരുടെയൊക്കെ കണക്ഷൻസൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അവർ ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. വലിയ ഹൈ പ്രൊഫൈൽ ആൾക്കാരൊക്കെ ഇൻവോൾവ് ആണെങ്കിൽ അത് കൂടുതലും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവർ അത് ഒതുക്കി തീർക്കാനാണ് പതിവ്. അപ്പോൾ ഞാനെന്ന് പറയാൻ പോകുന്നത്, ശ്രീപ്രകാശ് ശുക്ല എന്ന ആ ഒരു വ്യക്തി ഒരു 25 വയസ്സിനുള്ളിൽ, 20 തൊട്ട് 25 വയസ്സിനുള്ളിൽ 5 വർഷം കൊണ്ട് നടത്തിയിട്ടുള്ള വളരെ വലിയ വലിയ കൊലപാതകങ്ങളും എക്സ്റ്റോർഷൻസിനെയൊക്കെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഇയാളുടെ കഥ എടുക്കാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട്. UP, ബീഹാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജസ്ഥാൻ, ഹരിയാന മേഖലയിൽ AK-47 ഉപയോഗിച്ച ആദ്യത്തെ ഒരു മാഫിയ ഡോൺ എന്ന് പറയാം ശ്രീപ്രകാശ് ശുക്ല ആയിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയിരുന്ന കല്യാൺ സിംഗിന് സുപാരി വാങ്ങിക്കുക, കൊല്ലാനായിട്ട് കൊട്ടേഷൻ വാങ്ങിച്ച ഡോണുകളൊന്നും അങ്ങനെ മുഖ്യമന്ത്രിയൊന്നും കൊല്ലാണ്ട് കൊട്ടേഷനൊന്നും വാങ്ങിക്കാറില്ല. ചെറിയ ചെറിയ കൊലപാതകങ്ങളും മറ്റുള്ള പൊളിറ്റിക്കൽ ഇതുകളൊക്കെ നടത്താറുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ കൊട്ടേഷൻ വാങ്ങിക്കുന്ന ഒരു അവസ്ഥയൊന്നും സാധാരണഗതിയിൽ വന്നിട്ടില്ല. അപ്പോൾ UP-യിലൊക്കെ ബീഹാറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള വളരെ സപ്പോർട്ടോടുകൂടിയാണ് അവർ വളർന്നു വരുന്നത്. പിൽക്കാലങ്ങളിൽ അവർ രാഷ്ട്രീയത്തിൽ ചേരുകയും ഇലക്ഷനിൽ നിന്ന് ജയിച്ച് മന്ത്രിമാരാവുന്നതും രാഷ്ട്രീയത്തിൽ വളരെ പ്രബലരായിട്ട് മാഫിയ സംഘങ്ങൾ ഓടിക്കുന്ന ആളുകളെ പറ്റി പലതും
അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പലതും. പക്ഷേ ഇപ്പോൾ യു പി ബീഹാറിലൊക്കെ വളരെ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. ഗുണ്ടകളെ കൊടുക്കാനുള്ള പുതിയ പുതിയ നീക്കങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഭരണ നീക്കങ്ങൾ വളരെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാലത്ത് യു പിയിലൊക്കെ പാല് വാങ്ങിക്കാൻ പോകുന്ന ആൾ പോലും ഡബിൾ ബാരൽ ഗൺ പുറത്തിട്ടുകൊണ്ടാണ് പോകാറുള്ള അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് തോക്ക് കൊണ്ടൊക്കെയാണ്, ചെറിയ ചെറിയ തോക്കൊക്കെ വെച്ചിട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ വരുമ്പോൾ ഞാൻ നമ്മുടെ ശ്രീപ്രകാശ് ശുക്ലയുടെ കഥയിലേക്ക് കിടക്കാം. ശ്രീപ്രകാശ് ശുക്ല നമ്മുടെ ഇന്നത്തെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥിൻ്റെ മണ്ഡലമായ ഗോരഖ്പൂർ ജില്ലയിലെ മാൻപൂർ അല്ലെങ്കിൽ മെയിൻപൂർ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ജനിച്ചത്. ഒരു ചെറിയൊരു വില്ലേജാണ്. ഒരു അധ്യാപകൻ്റെ മകനായിട്ട് ജനിച്ച ശ്രീപ്രകാശ് ശുക്ല ഒരു സാധാരണ ആവറേജ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠനത്തിൽ നിന്നും വലിയ പ്രാവീണ്യമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ആളുടെ ശ്രദ്ധ കൂടുതലായിട്ട് പയൽവാനി, നമ്മുടെ ഗുസ്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്തി ഗുസ്തി പരിശീലിക്കുക, ഗോദയിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ അഖാഡ എന്ന് പറയും, അഖാഡയിൽ ഇറങ്ങിയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുക, അവർ ബോഡി ബിൽഡിങ് ചെയ്ത് ശരീരം നല്ല പുഷ്ടിപ്പെടുത്തുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ താല്പര്യം. ഒരു പയ്യനെ നൽകി അല്ലെങ്കിൽ ഒരു അഡോൾസൻ്റ് ഏജിലുള്ള ഒരു യൗവനകാലത്ത് ഇതൊക്കെ തന്നെയായിരുന്നു അയാളുടെ ഇഷ്ടമായിട്ടുള്ള പാഷൻ എന്ന് പറയാം. ഒരു ദിവസം അയാളുടെ സഹോദരിയായിട്ട് അയാൾ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ചില വില്ലന്മാർ, ചില ഫ്രീക്കന്മാർ കമൻറ്റ് പാസ്സാക്കുകയും ചൂളടിക്കുകയൊക്കെ ചെയ്തു. പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് കേൾക്കുന്നത് പോലെ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു. ചൂളമടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴെന്തോ കമൻറ്റുകൾ, അശ്ലീലം കലർന്ന കമൻറ്റുകൾ പാസ്സാക്കി. യു പി ആണ് ഏരിയ, അവിടെ ആരെയും പേടിയൊന്നുമില്ല. അപ്പോൾ ഗുണ്ട വിളയാട്ടങ്ങൾ ചെറിയ തോതിലുള്ള ആളുകളായാലും തോക്കും ഇതൊക്കെ ഇട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. അപ്പോൾ ശ്രീപ്രകാശ് ശുക്ല കേൾക്കുന്നു, തിരിച്ച് അയാളോട് ചോദിക്കാൻ വരുന്നു. അപ്പോൾ അവരെന്തോ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നു. ശ്രീപ്രകാശ് ശുക്ല അവരെ പിടിച്ച് അവരുമായിട്ട് കലാശിക്കുന്നു. അവസാനം അതിൽ ഒരുത്തൻ ഈ ചൂള മനുഷ്യവൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ കാര്യം കളി കൈവിട്ടു എന്ന് മനസ്സിലായപ്പോൾ ശ്രീപ്രകാശ് ശുക്ല അണ്ടർഗ്രൗണ്ട് നേപ്പാൾ വഴികൾ ബാങ്കോക്കിലേക്ക് കടക്കുന്നു. ബാങ്കോക്കിൽ പോയിട്ട് അണ്ടർഗ്രൗണ്ടായി കുറേ നാൾ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. കേസൊക്കെ കുറച്ച് തണുത്ത അവസ്ഥയിൽ വന്നപ്പോൾ അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അയാൾ ഗുണ്ട നേതാവായിട്ട് മാറാനുള്ളൊരാഗ്രഹമായിട്ട് അയാൾ വന്നത് വളരെ ആലോചിച്ചതിന് ശേഷം എനിക്കൊരു മാഫിയ ഡോണാവണം, ഒരു ഗുണ്ട സംഘം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അയാൾ സൂരജ് ബാൻ എന്ന് പറയുന്ന ഒരു ഗുണ്ട നേതാവ് ഉണ്ടായിരുന്നു. ഒരു പൊളിറ്റിക്കൽ കണക്ഷനൊക്കെയുള്ള ഒരു വലിയ നേതാവായിരുന്നു, ഗുണ്ടയായിരുന്നു ബീഹാർ യു പി മേഖലയിൽ അയാൾ വളരെ ആതങ്കം ഭീതി പടർത്തിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് സൂരജ് ബാൻ. അപ്പോൾ സൂരജ് ബാൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നു. സംഘത്തിൽ ചേരാനല്ല, സ്വന്തമായിട്ടുള്ളൊരു സംഘം, ഒരു ഗുണ്ടാ സംഘം അല്ലെങ്കിൽ ഒരു മാഫിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനായിരുന്നു ശ്രീപ്രകാശ് ശുക്ല മുതിർന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ അടുത്ത് നിന്ന് കുറച്ച് ആംസ് ആൻഡ് അമ്യൂണിഷൻസ്, ആയുധങ്ങളൊക്കെ വാങ്ങിക്കുന്നു, അയാൾ കൊടുത്ത് സഹായിക്കുന്നു, അയാൾക്ക് കുറേ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നു. ഇവർ 4 ആളെ കൂട്ടി ഒരു ഗുണ്ടാ സംഘം രൂപീകരിക്കുന്നു. വളരെ ചെറിയ സംഖ്യയിൽ ഉള്ള ഗുണ്ടാ സംഘങ്ങളിലൊന്നായിരുന്നു ശ്രീപ്രകാശ് ശുക്ലയുടെ. എന്തുകൊണ്ടെന്നാൽ കൂടുതൽ സംഘങ്ങളെ വച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസിൻ്റെ പെട്ടെന്ന് പിടിയിലാവാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് അയാൾ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് മുതിർന്നത്. പിന്നെ 4 സംഘാംഗങ്ങൾക്കും AK-47 എന്നുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളൊരു വെപ്പൺ ഉണ്ടായിരുന്നു. അതായിരുന്നു അയാളുടെ പ്രത്യേകത. AK-47 കൊണ്ട് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ മറ്റുള്ള തോക്കുകളുമായിട്ട് അല്ലെങ്കിൽ ആയുധങ്ങളുമായിട്ട് വരുന്ന ആളുകളെ പെട്ടെന്ന് ഓർപ്പകൃതി കൊന്നുകൊണ്ട് അല്ലെങ്കിൽ വെടിയുതിർത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു തോക്കായിരുന്നു AK-47. എല്ലാവർക്കും അറിയാം AK-47 പറ്റി കേട്ട് കാണാം. അസാൾട്ട് കലഷ്നിക്കോവ് എന്നാണ് അതിന് പറയുന്നത്. ഇന്ത്യയിൽ നല്ല പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ആയുധമാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഓപ്പറേഷനിലൊക്കെ ഈ ശ്രീപ്രകാശ് ശുക്ല വളരെ വിജയകരമായി നടത്തിയും പല ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തതായിട്ട് പറയുന്നു. അജിത് സർക്കാർ എന്നൊരു MLA, അയാൾ ഗോരഖ്പൂർ മേഖലയിൽ ഇലക്ഷൻ നിന്ന പല സമയങ്ങളിലും MLA ആയിട്ട് നിന്നിട്ടുള്ള ആളാണ്. അവിടെ കുറച്ച് പണമൊക്കെ സമ്പാദിച്ചതിന് ശേഷം അയാൾ അവിടെ MLA ആയിട്ട് ഇലക്ഷന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇയാൾ നിന്ന് കഴിഞ്ഞാൽ തോൽക്കും എന്നുള്ള ഭയം കൊണ്ട് അയാളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നു. പക്ഷേ അയാൾ ഒഴിയാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ
ഒരു സ്കൂളിൻ്റെ മുമ്പിലിട്ട് അതിൻ്റെ പരിസരത്ത് വെച്ചിട്ട് വെടി ഉതിർത്ത് കൊല്ലുകയായിരുന്നു. ഏകദേശം 100ഓളം വെടി ഉതിർത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഒരു സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് 250 കുട്ടികളും ടീച്ചേഴ്സും നോക്കി നിൽക്കലെയാണ് ഈ MLA അയാൾ വെടി വെച്ച് കൊന്നത്. ഏകദേശം 100ഓളം ബുള്ളറ്റുകൾ അയാളുടെ ശരീരത്തിലുണ്ടായിരുന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഒരു സമയത്ത് അയാൾ വേറൊരു MLA കൊല്ലുന്നു. രാഷ്ട്രീയത്തിൽ നല്ല പ്രബലരായിട്ടുള്ള ഒരു MLA ആയിരുന്നു. അയാളുടെ ബോഡി ഗാർഡ്സിൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ടാണ് അയാൾ കൊല്ലുന്നത്. പിന്നെ ബ്രിജ് ബിഹാരി പ്രസാദ് ബീഹാർ മിനിസ്റ്ററായിരുന്നു. അപ്പോൾ ബീഹാറിൽ റെയിൽവേ കോൺട്രാക്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് ബ്രിജ് ബിഹാരി പ്രസാദിന് വളരെ കൈ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ കൂടുതലായിട്ടും ഗുണ്ടാ സംഘങ്ങളുടെ മെയിനായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് മർഡർ, എക്സ്റ്റോർഷൻ, കിഡ്നാപ്പിംഗ്, ലാൻഡ് ഗ്രാബിംഗ്, ഗവൺമെൻറ്റിൻ്റെയും അതുമാതിരി മറ്റുള്ള വ്യക്തികളുടെയൊക്കെ ലാൻഡ് സ്ഥലങ്ങൾ, വസ്തുക്കൾ പിടിച്ചടക്കുന്നു, എതിർത്ത് നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു. കേസും കൂട്ടമായിട്ട് പോകാൻ ആരും ധൈര്യപ്പെടുന്നില്ല. ഗവൺമെൻറ് പോലും ഇവർക്ക് സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്ന അവസരങ്ങളിൽ അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ അവരുടെ കൈപ്പിടിയിലായി പോകുന്നു. പിന്നെ അവരുടേതായ ബിസിനസ്സും ഒക്കെ ആയിട്ട് പോകുന്നു. പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിരുന്നു റെയിൽവേ കോൺട്രാക്റ്റുകൾ. അപ്പോൾ റെയിൽവേ കോൺട്രാക്റ്റുകളിൽ ബീഹാറിൽ വളരെ കൈയുള്ള ഒരാളായിരുന്നു ബ്രിജ് ബിഹാരി പ്രസാദ് എന്ന് പറഞ്ഞ മിനിസ്റ്റർ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ടാർഗറ്റ് ചെയ്യുന്നു. ഒരു ദിവസം ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് അയാൾ വരുന്ന അവസരത്തിൽ ബോഡി ഗാർഡ്സും കമാൻഡോസിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ AK-47 ഈ സംഘാംഗങ്ങൾ എത്തുന്നു. ശ്രീപ്രകാശ് ശുക്ല അതിൻ്റെ 3 അംഗങ്ങളുമായിട്ട് വരുന്നു. തുരുതുര വെടിയുതിർക്കുന്നു. അയാളെ ഓൺ സ്പോട്ട് അവിടെ മരണപ്പെടുന്നു. അങ്ങനെ അതിനുശേഷം രക്ഷപ്പെട്ടു പോകുന്നു. അത് പിടിയിലാകുന്നില്ല. ഇത്രയും ബോഡി ഗാർഡ്സും പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉള്ള ആളുകളുടെ ഉള്ളിൽ അവരൊക്കെ വെടിയുതിർത്തി വീഴ്ത്തിക്കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നെ അണ്ടർഗ്രൗണ്ട് ആവുന്നു. വേറൊരു MLA കൊലപ്പെടുത്തുന്നു. പിന്നെ 1-2 ബിസിനസ് വലിയ നമ്മുടെ ലോട്ടറിയുടെ ബിസിനസ്സിലുള്ള വലിയൊരു കോടീശ്വരനാണ്. അയാളെ കിഡ്നാപ്പ് ചെയ്യുന്നു. 3 കോടി രൂപ വാങ്ങിച്ചിട്ടാണ് അയാളെ റിലീസ് ചെയ്യുന്നത്. വേറെ ഒരു ബിസിനസ്സുകാരനെ മകനെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ബിസിനസ്സുകാരൻ കൗണ്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നു. അയാളെയും ഓൺ ദി സ്പോട്ടിൽ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നു. പോലീസൊന്നും ഇടപെട്ടിട്ട് കിട്ടാതെ വന്നപ്പോഴും വീട്ടുകാർ 1 കോടി രൂപ 2 കോടി രൂപ കൊടുത്തിട്ടാണ് കുട്ടിയെ റാൻസം കൊടുത്തിട്ടാണ് റിലീസ് ചെയ്തതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കോടികളിലായിരുന്നു ഇവരുടെ റാൻസം ഒക്കെ വാങ്ങിച്ചിരുന്നത്. വലിയ ബിസിനസ്സുകാരെയാണ് ഇവർ കിഡ്നാപ്പ് ചെയ്തിട്ട് വരുന്നത്. ഇന്ന് കാലത്ത് പോലെയല്ല, അന്ന് കോടികൾക്ക് വളരെ വലിയ വിലയാണ്. അപ്പോൾ ഇങ്ങനെ ഇയാളുടെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലീസിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ പോലീസ് ചെക്ക് പോയിന്റുകൾ ഇങ്ങനെ ഇടത്തരം ഗുണ്ടകളെയൊക്കെ പിടിക്കാനും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോലീസ് ചെക്ക് പോയിന്റുകൾ വയ്ക്കാറുണ്ട് ഇടയ്ക്ക് വരുന്ന വഴികളിലൊക്കെ, ഹൈവേയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ പലപ്പോഴും ശ്രീപ്രകാശ് ശുക്ല അവരുടെ മുമ്പിൽ വന്ന് പെടുമ്പോൾ നേരെ കാറിൻ്റെ ഗ്ലാസ് താത്തിക്കൊണ്ട് അയാൾ പറയുന്നത്, ഞാൻ ശ്രീപ്രകാശ് ശുക്ല തോക്കെടുത്ത് പോക്കി കാണിക്കുക AK-47. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പോലീസുകാർ വരണ്ട്. പോലീസിന് ഈ ചരിത്രങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ കൊതിയുള്ളതുകൊണ്ടും അവരുടെ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർ അയാളെ പോകാൻ അനുവദിക്കാറായിരുന്നു പതിവ്. ഇപ്പം മുതിർന്ന പോലീസുകാർ ഉൾപ്പെട്ടാൽ പോലും അയാളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരുന്നു. 1997 ഇത് 93 ഇയാളുടെ ക്രൈം ബാക്ക്ഗ്രൗണ്ട് തുടങ്ങുന്നത്, ക്രിമിനൽ ആക്ടിവിറ്റീസ് തുടങ്ങുന്നത് 1993. അപ്പോൾ ഒരു 97 ആകുമ്പോഴേക്കും ഇയാൾ ഏകദേശം ഒരു ഭീതി പരത്തി പല ആളുകളെയും വകവരുത്തി. പിന്നെ ഒരു ദിവസം റെയിൽവേ കോൺട്രാക്റ്റ് ഇത് ചെയ്യുന്ന ടെൻഡർ ഇടുന്ന വലിയ കോൺട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അവർ പിന്മാറാൻ തയ്യാറായില്ല. അവർ പ്രബലരായിരുന്നു, വളരെ ശക്തി ഉള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആളുകളായതുകൊണ്ട് അവർ മാറാൻ തയ്യാറായില്ല. അപ്പോൾ അവരുടെ ഒരു പാർട്ടി ദിലീപ് ഹോട്ടൽ, കണ്ണൂരിലുള്ളൊരു ദിലീപ് ഹോട്ടൽ എന്താണ് ഹോട്ടലിൽ അവരുടെ പാർട്ടി നടന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ സന്തോഷത്തിൽ റെയിൽവേ വലിയ കോൺട്രാക്റ്റുകളാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ 8 ആളുകൾ കൂടിയിട്ട് അവരുടെ 4 കൂട്ടുകാരും ഈ 4 കോൺട്രാക്ടേഴ്സും കൂടി നടക്കുന്ന ആ ഹോട്ടലിലേക്ക് ശ്രീപ്രകാശ് ശുക്ല എത്തുന്നു. അദ്ദേഹം ഈ കൂട്ടുകാരെയൊക്കെ പറഞ്ഞു വിടുന്നു. അവിടുന്ന് അയാൾ പറഞ്ഞു, ഞാൻ ശ്രീപ്രകാശ് ശുക്ല, നിങ്ങളൊക്കെ ജീവൻ വേണമെങ്കിൽ പുറത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ മറ്റവർ രക്ഷപ്പെട്ടു ഓടി. ഇവരെ വിടാൻ സമ്മതിച്ചില്ല. എല്ലാവരും വെടി തീർത്ത് AK-47 വെച്ച് അവിടെ അവർ കൊല്ലപ്പെടുന്നു. ഏകദേശം 100-200 ബുള്ളറ്റുകൾ തീർത്തു എന്നാണ് പറയുന്നത്. ഈ 4 തോക്ക് തീർന്നു കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള തോക്കുകൾ എടുത്ത് ഇയാൾ ആതങ്കം അല്ലെങ്കിൽ ഭീതി പടർത്താൻ വേണ്ടിയിട്ട് ഒരു സൈക്കോപാത്തിൻ്റെ കാര്യമാണ് അയാൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അധികം ദൂരമല്ലാതെ നമ്മുടെ
നിയമസഭാ കാര്യാലയം ഉണ്ടായിരുന്നത് 150 മീറ്റർ മറ്റോ ഉള്ളൂ. അപ്പോൾ അവിടെ വരെ കേട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ടും രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ ആ പോലീസിനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ അത്ര ഭീതികരമായിട്ട് ഭീതി പരത്തിക്കൊണ്ടാണ് ശ്രീപ്രകാശ് ശുക്ല തൻ്റെ തേരോട്ടം തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 1997 വീരേന്ദ്ര സാഹി MLA അയാളെ കൊലപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കും ഭരണചക്രത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പല രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോടെയാണ് ഇയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനത്തെ ഓപ്പറേഷൻ നടത്തിയത് പല ആളുകൾക്ക് ഇയാൾ പണം എത്തിച്ചു കൊടുക്കാറുണ്ട്. അയാളുടെ ലിസ്റ്റുകൾ പിന്നീട് എൻകൗണ്ടറിന് ശേഷം കിട്ടിയ ഡയറിയിൽ നിന്നതൊക്കെ വ്യക്തമാക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ 1998 ഇൻ്റലിജൻസിൻ്റെ ഒരു ഇൻഫർമേഷൻ വരുന്നു. അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കല്യാൺ സിംഗ്, അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കല്യാൺ സിംഗിൻ്റെ കൊട്ടേഷൻ ഇയാൾ വാങ്ങിച്ചു എന്നുള്ളൊരു ഇൻ്റലിജൻസ് ന്യൂസ് കിട്ടുന്നു ഇൻ്റലിജൻസ് സുഹൃത്തുക്കൾക്ക്. അത് നേരം ചീഫ് മിനിസ്റ്റർ അറിയിക്കുന്നു. ചീഫ് മിനിസ്റ്റർ അന്നത്തെ ADGP ആയിരുന്ന ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്ന അജയ് രാജ് ശർമ്മയെ എമർജൻസി ആയിട്ട് വിളിപ്പിക്കുന്നു. അജയ് രാജ് ശർമ്മ കല്യാൺ സിംഗ് അന്ന് BJPയുടെ മന്ത്രിയായിരുന്നു, ചീഫ് മിനിസ്റ്റർ ആയിരുന്നു കല്യാൺ സിംഗ് 98. അപ്പോൾ അജയ് രാജ് ശർമ്മയെ അർജൻറ്റായിട്ട് വിളിപ്പിക്കുന്നു. അജയ് രാജ് ശർമ്മയോട് ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നു. ഏകദേശം ചീഫ് മിനിസ്റ്റർ, അത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഗുണ്ടാ സംഘം അല്ലെങ്കിൽ ഒരു മാഫിയ ഡോൺ ഒരു ചീഫ് മിനിസ്റ്റർക്ക് വേണ്ടി കൊട്ടേഷൻ വാങ്ങിക്കുന്ന സംഭവം ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് തന്നെ അവർ കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി. ജയരാജ് ശർമ്മയോട് കാര്യങ്ങൾ പറയുന്നു. ഒരു സ്പെഷ്യൽ ഒരു ടീമിനെ ഉണ്ടാക്കണം എന്ന് പറയുന്നു. നമ്മുടെ സാധാരണ പോലീസുകാരായിട്ട് അവരുടെ ആയുധങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ ഇവരെ പിടിക്കാൻ പറ്റില്ല. AK-47 ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സൗകര്യങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അജയ് രാജ് ശർമ്മ മുന്നോട്ട് 2-3 കാര്യങ്ങളാണ് വെച്ചത്. ഒന്ന് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേണം, ഓട്ടോമാറ്റിക് വെപ്പൺസ് വേണം, സർവൈലൻസ്. ഈ മൊബൈലൊക്കെ ഇറങ്ങിയ കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ 96 നോർത്ത് ഇന്ത്യയിൽ മൊബൈലൊക്കെ പ്രചാരത്തിൽ വരുന്നത്, 96 ജനുവരിയിലാണ്. അപ്പോൾ നമ്മുടെ ശ്രീപ്രകാശ് ശുക്ലയ്ക്ക് ഏകദേശം 14ഓളം സിമ്മുകൾ അന്ന് കാലത്ത് അയാൾ കൈവശം വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ 14 സിമ്മുകൾ മാറിയിട്ടാണ് ആൾക്കാരെ വിളിക്കാറ്, അല്ലെങ്കിൽ ചെറിയ ലോക്കൽ ബൂത്തുകളിൽ നിന്നൊക്കെയാണ് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല പോലീസ് വൃത്തങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എവിടെയും റെക്കോർഡുകളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലും അയാളുടെ ഫോട്ടോ അവിടെ എത്തപ്പെടാനായിട്ട് അയാൾ സമ്മതിച്ചിരുന്നില്ല. അയാൾ വളരെ ശ്രദ്ധയോടെയാണ് ആരെങ്കിലും ഫോട്ടോ കൊടുത്താൽ അവരെ കൊന്നു കളയും എന്നുള്ള ഭീഷണിയിലാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ശ്രീപ്രകാശ് ശുക്ല എങ്ങനെയാണ് ഇരിക്കുന്നത് പോലും ആർക്കും അറിയില്ല. പേപ്പറിൽ കൊടുക്കാനോ അല്ല ലുക്കൗട്ട് നോട്ടീസ് ഇടാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. എങ്ങനെയായിരിക്കും ഇയാൾ എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ ശ്രീപ്രകാശ് ശുക്ലയുടെ ഫോട്ടോ കിട്ടാൻ വേണ്ടി ഇവർ പല ആളുകളെ, ഇപ്പം അജയ് രാജ് ശർമ്മയുടെ STF എന്ന് പറയുന്ന ആ ഒരു പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കപ്പെടുന്നത് ആ സമയത്താണ്. അജയ് രാജ് ശർമ്മ അതിൻ്റെ ഹെഡാക്കുന്നു. അജയ് രാജ് ശർമ്മ പറയും നമുക്കിങ്ങനെ 50ഓളം നല്ല ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് വേണം നമുക്ക് ഈ ടീമിന് വേണ്ടിയിട്ട്. നമുക്ക് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേണം, 5-10 പുതിയ വണ്ടികൾ വേണം. അന്ന് സുമോ വണ്ടികളൊക്കെ ലോഞ്ച് ആവുന്നുള്ളൂ, ടാറ്റ സുമോ. അപ്പോൾ ഇവർക്ക് 10 സ്പെഷ്യൽ കാറുകൾ, വൈറ്റ് കളറിലുള്ള കാറുകൾ ഓർഡർ കൊടുക്കുന്നു. ഏറ്റവും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വെപ്പൺസ് ഓർഡർ കൊടുക്കുന്നു. സർവൈലൻസ് സിസ്റ്റം വരുത്തുന്നു. മൊബൈലിലേക്ക് സർവൈലൻസിലൊന്നും കൊണ്ടുവരാനായിട്ടുള്ള അന്നത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം അറേഞ്ച്മെൻ്റ് ആവുന്നു. ഇതിലെല്ലാം ആളുകളെ കൊണ്ടുവരുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ശ്രീപ്രകാശ് ശുക്ല ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സിലിഗുരി വരെ അജയ് രാജ് ശർമ്മ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തുടർന്ന് പോകുന്നു. അജയ് രാജ് ശർമ്മയ്ക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നു. അയാൾ ഗാങ്ടോക്ക് വഴി രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. പിന്നെ ഒരു ദിവസം ഇയാൾക്ക് ടിപ്പ് ഓഫ് കിട്ടുന്നു. പോലീസ് വൃത്തങ്ങൾക്ക് ഇൻഫോമേഴ്സ് ഉണ്ട് അവരുടെ. അപ്പോൾ ടിപ്പ് ഓഫ് കിട്ടുന്നു, ഇയാൾ സലൂണിൽ മുടി വെട്ടാൻ വരുന്നുണ്ട്. അടുത്തുള്ള ലക്നൌവിൽ ആ പരിസരത്തുള്ള ഒരു സലൂണിൽ മുടി വെട്ടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് പോലീസ് ടീമിനെ തയ്യാറാക്കുന്നു. STF ഒന്നും ഫുള്ളി ആയിരുന്നില്ല, പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാരെയും സാധാരണ SI മറ്റുള്ള ആളുകളെയും അടുത്തുള്ള ലോക്കൽ സ്റ്റേഷനിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് ഉള്ള വെടിവയ്പ്പിൽ AK-47 എടുത്ത് ഒരു 4 സംഘം വെടിവയ്ക്കുന്നു. ഒരു SI മരണപ്പെടുന്നു. അതിലും നമ്മളുടെ ശ്രീപ്രകാശ് ശുക്ല രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ കല്യാൺ സിംഗിന് കൊട്ടേഷൻ കൊടുത്തതെന്ന് അറിഞ്ഞപ്പോൾ കാര്യം കൂടുതൽ സീരിയസ് ആയി. മുഖ്യമന്ത്രിക്കൊന്നും നേരത്തെ പറഞ്ഞ പോലെ ആരും ഇതുവരെ കൊട്ടേഷനൊന്നും സുപ്പാരി വാങ്ങിക്കാമെന്നാണ് പറയുക. അപ്പോൾ സുപ്പാരി എടുക്കാമെന്നാണ് പറയുക നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ സീരിയസ് ആയിട്ട് എടുത്തത്. അപ്പോൾ വളരെ ആക്റ്റീവായി 6 മാസത്തെ ടൈമാണ് STFന് കൊടുത്ത്. ഇതുകൂടാതെ ഈ ഗുണ്ടാ സംഘങ്ങളെ അടിച്ചൊതുക്കുന്നത് കൂടാതെ ഗോൾഡ്
അതുമാതിരി നമ്മുടെ ആംസൊക്കെ നമ്മൾ കണ്ടമാനം കടത്തുന്ന ടീമുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ട്രാക്ക് ചെയ്യാനും പിടിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇവരെ ഫസ്റ്റ് 6 മാസത്തെ ടൈമിൽ ഏൽപ്പിച്ചത്. അപ്പോൾ അവരൊരു ഫസ്റ്റ് തന്നെ ഗുണ്ടകളുടെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന 45 ആളുടെ അതിൽ ഫസ്റ്റ് നമ്പർ ശ്രീപ്രകാശ് ശുക്ല തന്നെയാണ്. അപ്പോൾ അവിടുന്ന് അയാളെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്ന പിന്നെ അയാളുടെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കണ്ടമാനം യൂസ് ചെയ്യും, ആളുകളോട് സംസാരിക്കും, ലക്ഷറി എൻജോയ് ചെയ്യാനായിട്ട് വളരെ താല്പര്യം. 5 സ്റ്റാർ ഹോട്ടലിൽ പോകാൻ മറ്റാൾ ഭക്ഷണം കഴിക്കുക, ഏറ്റവും മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ട് ലക്ഷറി എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. അതുകൂടാതെ ഗേൾ ഫ്രണ്ട്സ് കണ്ടമാനം പെൺകുട്ടികളൊക്കെ ആയിട്ടുള്ള കോൺടാക്റ്റ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു അയാൾക്ക്. അപ്പോൾ അങ്ങനെ എങ്ങനെ ഇയാളെ ട്രാക്ക് ചെയ്യാം എന്നുള്ളത് നോക്കി സർവൈലൻസിലെടുപ്പോൾ ഇയാൾ ഇപ്പോൾ ഫോൺ മാറ്റി വിളിക്കുന്നതുകൊണ്ട് ഇവരെ പിടിയിൽ വരുമായിരുന്നില്ല. ട്രാക്ക് ചെയ്ത് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ തുടങ്ങി അവർ. അപ്പോൾ ഒരു ദിവസം അറിവ് കിട്ടി ഇയാളുടെ ഗേൾഫ്രണ്ടുമായിട്ട് ഗാസിയാബാദിലുള്ളൊരു ഗേൾഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്നു. സർവൈലൻസിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അവർ പെൺകുട്ടിയുടെ നമ്പർ എടുക്കുന്നു, നമ്പർ സർവൈലൻസിൽ വയ്ക്കുന്നു. ട്രാക്ക് ഫുള്ളി ചെയ്യാൻ പറ്റില്ല, ഇയാൾ ഗാസിയാബാദിലേക്കാണ് വിളിക്കുന്നത്, എവിടെ നിന്ന് വിളിക്കുന്നതെന്ന കാര്യം പിടി കിട്ടിയവരുത്. പിന്നെ അവരെ ട്രാക്കിങ്ങിലിടുന്നു. ഒരു ദിവസം ഇൻഫർമേഷൻ വരുന്ന ഇയാൾ റാഞ്ചിയിലേക്ക് ഫ്ലൈറ്റിൽ പോകാനായിട്ട് ഡൽഹി എയർപോർട്ടിലേക്ക് വരുന്ന മറ്റന്നാളോ മറ്റോ 2 ദിവസത്തിന് ശേഷമാണ് ഡൽഹി എയർപോർട്ടിൽ നിന്ന് റാഞ്ചിക്ക് പോകുന്നതായിട്ട് അറിവ് കിട്ടി. അപ്പോൾ ഈ പെൺകുട്ടിയെ അയാൾ അതിനുശേഷം കോൺടാക്ട് ചെയ്യുന്നു. ഗാസിയാബാദ് എന്ന് പറയുന്നത് ഡൽഹി ബോർഡറിൽ കിടക്കുന്ന UP ബോർഡറിൽ കിടക്കുന്ന ഇന്ദ്രപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇന്ദ്രപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് കോളനിയാണ്. അന്ന് കാലത്തൊക്കെ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു 97-98 കാലഘട്ടത്തിൽ. അപ്പോൾ ഇയാളെ ട്രാക്ക് ചെയ്യുന്നു. ഇയാൾ പോകുന്ന വഴികളുടെ പിന്നാലെ വരുന്നു. അന്ന് ഗാസിയാബാദിൻ്റെ പരിസരത്ത് ഇയാൾ എത്തിക്കഴിഞ്ഞപ്പോൾ അധികം ദൂരമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇയാളെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ പിന്നാലെ തന്നെ ഇയാൾക്ക് മനസ്സിലായി പിന്നാലെ പോലീസുണ്ട്, STF വരുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇയാൾ പയ്യെ പോകുന്നു. പക്ഷേ ഇയാളുടെ കോൺഫിഡൻസ് ലെവൽ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഇയാൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ പോകുന്ന കാരണം കൊണ്ട് തന്നെ AK-47 കയ്യിൽ വെച്ചിരുന്നില്ല, പിസ്റ്റളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ദ്രപുരം എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ഏരിയ, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ വെച്ച് പോലീസ് ഇയാളെ കോർണർ ചെയ്യുന്നു. അവിടെ വെച്ചുള്ള എൻകൗണ്ടറിൽ ശ്രീപ്രകാശ് ശുക്ല മരണപ്പെടുന്നു. ഇത് അൺഒഫീഷ്യലായിട്ട് വേറൊരു സ്റ്റോറി കൂടി പറയുന്നുണ്ട് പോലീസ് വൃത്തങ്ങൾ. ഈ അന്നുണ്ടായിരുന്ന അജയ് ശർമ്മ ADGP ആയിരുന്ന അജയ് ശർമ്മയാണ് പിൽക്കാലത്ത് ഡൽഹി പോലീസ് കമ്മീഷണറായിട്ട് റിട്ടയർഡായിട്ട്. അത് ഞാനുള്ള കാലത്താണ്, ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അജയ് ശർമ്മ ഡൽഹി പോലീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ അജയ് ശർമ്മ ADGP ആയിരുന്നു UP പോലീസിൽ. അപ്പോൾ പോലീസ് വൃത്തങ്ങളുടെ വേറൊരു സ്റ്റോറി, അൺഒഫീഷ്യലായിട്ടുള്ള സ്റ്റോറി പറയുന്നത് ശ്രീപ്രകാശ് ശുക്ല സംഘം കൂടി റാഞ്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ വരുന്നു. അവിടെ വെച്ച് ഡൽഹി പോലീസും UP പോലീസും കൂടിയുള്ള ഒരു ജോയിൻറ്റ് ഓപ്പറേഷനിൽ അയാളെ കീഴടക്കുന്നു. പക്ഷേ ഒരിക്കലും ഇങ്ങനെയുള്ള മോസ്റ്റ് വാണ്ടഡ് ആൾക്കാർ കീഴടങ്ങിയാൽ അവർ പിടിച്ചോണ്ട് പോകില്ല, അറസ്റ്റ് ചെയ്യില്ല. ഇവർ എൻകൗണ്ടർ ചെയ്ത് കൊല്ലുകയാണ് നോർത്ത് ഇന്ത്യയിൽ പതിവ്. എന്ന് പറഞ്ഞാൽ മോസ്റ്റ് വാണ്ടഡ് അവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രബലരാണ്, രാഷ്ട്രീയ കണക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ട് വെയിൽ വീട്ടി പുറത്ത് വരും എന്നുള്ളതറിയാം. ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷൻസ് നടത്തുന്ന പല ഗുണ്ടാ നേതാക്കളുണ്ട്. ഇന്നുണ്ട്, നിലവിൽ വളരെ കുറച്ച് ഗുണ്ടാ നേതാക്കളുണ്ട്. ബാക്കി എൻകൗണ്ടറിലൂടെയൊക്കെ യോഗി ആദിത്യനാഥ് അതുമാതിരി നിതീഷ് കുമാറാണ് ഈ എൻകൗണ്ടറിലൂടെ ഗുണ്ടകളെ ഒതുക്കുന്ന പരിപാടി കൊണ്ടുവന്നത്. ഒരു പരിധിവരെ ഫലവത്തായിരുന്നു, റിസൾട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഭരണകാലത്ത് ഗുണ്ടാ സംഘങ്ങളെ ഏകദേശം അമർച്ച ചെയ്യപ്പെട്ട അവസ്ഥയാണ്. പല ആളുകളെയും എൻകൗണ്ടറിലൂടെ മെയിനായിട്ടുള്ള ആളുകളെയൊക്കെ തീർത്ത് കളഞ്ഞ് മറ്റുള്ള ആളുകൾ പോലീസിൽ സറണ്ടർ ചെയ്ത് ഏകദേശം ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ UPയിലുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും UPയിലൊന്നും നമ്മളുടെ ധൈര്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ UP പോലീസും ഡൽഹി പോലീസുള്ള ജോയിൻ്റ് ഓപ്പറേഷൻ അയാൾ പിടിക്കപ്പെടുകയാൾ. അതിനുശേഷം അവർ ഇന്ദ്രപുരം, ഗാസിയാബാദിലുള്ള ഇന്ദ്രപുരം എന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് എൻകൗണ്ടർ ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം ശ്രീപ്രകാശ് ശുക്ലയുടെ ഡയറിയിൽ നിന്ന് പല രാഷ്ട്രീയക്കാരായിട്ടുള്ള ബന്ധങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ, നമ്മുടെ വക്കീലന്മാരായാലും പോലീസുകാരായാലും വലിയ പോലീസ് ഓഫീസേഴ്സ്, അതുമാതിരി IAS ഓഫീസേഴ്സ്, ഇവരൊക്കെ ആയിട്ടുള്ള വളരെ വലിയ ഒരു കണക്ഷൻസ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഇതൊക്കെ പ്രബലരായ ആളുകളായ കാരണം കൊണ്ട്, രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കാവുന്ന കാരണം കൊണ്ട് തന്നെ ഇതൊക്കെ അടിച്ചമർത്തി കളയുകയായിരുന്നു അന്ന് പോലീസ് വൃത്തങ്ങൾ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതായിരുന്നു ശ്രീപ്രകാശ് ശുക്ലയുടെ കഥ. ഇനി കൂടുതൽ കഥകൾ, വലിയ സെൻസേഷണൽ ആയിട്ടുള്ള വളരെ
വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള കഥകളുമായിട്ട് ക്രൈം സ്റ്റോറിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻജോയ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റുകളിലിടുക. കൂടുതൽ സ്റ്റോറികളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. വലിയ വലിയ കഥകളായിട്ടായിരിക്കും ഇനി വരുന്നത്. പല പല എൻകൗണ്ടറുകളും പല പല പ്രമാദമായിട്ടുള്ള കേസുകൾ, മർഡർ കേസുകൾ, അതിൻ്റെ വിധികൾ, സുപ്രീം കോടതിയിലെത്തിയിട്ടുള്ള വിധികൾ, ഫൈനൽ ആ തീർപ്പ് കൽപ്പിച്ച കേസുകൾ മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസും ഇതിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ അവരുടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ബാധിക്കുന്ന കാരണമായിട്ട് ഒരിക്കലും ഞാനതിൽ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു സ്റ്റോറിയായിട്ട് അടുത്ത ഇതിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.